സങ്കീർത്തനങ്ങൾ അദ്ധ്യായം 119 വാക്യം 121 മുതൽ 176 വരെ. നീതിയും ന്യായവുമായതു മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പീഡകർക്ക് എന്നെ വിട്ടുകൊടുക്കരുതേ. ഈ ദാസന് അങ്ങ് നന്മ ഉറപ്പുവരുത്തണമേ. അധർമ്മികൾ എന്നെ പീഡിപ്പിക്കാനിടയാക്കരുതേ. അങ്ങയുടെ രക്ഷയെയും അങ്ങയുടെ നീതിയുക്തമായ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണത്തെയും നോക്കിയിരുന്ന് എൻ്റെ കണ്ണ് തളരുന്നു. അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഈ ദാസനോട് പ്രവർത്തിക്കണമേ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. ഞാൻ അങ്ങയുടെ ദാസനാണ്, എനിക്ക് അറിവ് നൽകണമേ. ഞാൻ അങ്ങനെ അങ്ങയുടെ കൽപ്പന ഗ്രഹിക്കട്ടെ. കർത്താവെ, പ്രവർത്തിക്കാനുള്ള സമയമായി. അവിടുത്തെ നിയമം ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ അങ്ങയുടെ കൽപ്പനകളെ സ്വർണത്തെയും തങ്കത്തെയും അധികം സ്നേഹിക്കുന്നു. ആകയാൽ അങ്ങയുടെ പ്രമാണങ്ങളാണ് എൻ്റെ പാദങ്ങളെ നയിക്കുന്നത്. കപടമാർഗങ്ങളെ ഞാൻ വെറുക്കുന്നു. അങ്ങയുടെ കൽപ്പനകൾ വിസ്മയാവഹമാണ്, ഞാൻ അവ പാലിക്കുന്നു. അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു. എളിയവർക്ക് അത് അറിവ് പകരുന്നു. അങ്ങയുടെ പ്രമാണങ്ങളോടുള്ള അഭിവാഞ്ച നിമിത്തം ഞാൻ വായ് തുറന്ന് കിതയ്ക്കുന്നു. അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവരോട് അങ്ങ് ചെയ്യുന്നത് പോലെ എന്നിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണ കാണിക്കണമേ. അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എൻ്റെ പാദങ്ങൾ പതറാതെ കാക്കണമേ. അകൃത്യങ്ങൾ എന്നെ കീഴടക്കാൻ അനുവദിക്കരുതേ. മർദ്ദകരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ പാലിക്കട്ടെ. ഈ ദാസൻ്റെ മേൽ അങ്ങയുടെ മുഖപ്രകാശം പതിയട്ടെ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. മനുഷ്യർ അങ്ങയുടെ നിയമം പാലിക്കാത്തതുകൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് അശ്രു ധാരധാരയായി ഒഴുകുന്നു. കർത്താവെ, അവിടുന്ന് നീതിമാനാണ്. അവിടുത്തെ വിധികൾ നീതിയുക്തമാണ്. അങ്ങ് നീതിയിലും വിശ്വസ്തതയിലും അങ്ങയുടെ കൽപ്പനകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ അങ്ങയുടെ വചനങ്ങളെ മറക്കുന്നത് മൂലം ഞാൻ തീഷ്ണതയാൽ എരിയുന്നു. അങ്ങയുടെ വാഗ്ദാനം വിശ്വസ്തമെന്ന് തെളിഞ്ഞു കഴിഞ്ഞതാണ്. ഈ ദാസൻ അതിനെ സ്നേഹിക്കുന്നു. ഞാൻ നിസ്സാരനും നിന്ദിതനുമാണ്, എന്നാൽ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ വിസ്മരിക്കുന്നില്ല. അങ്ങയുടെ നീതി ശാശ്വതമാണ്. അങ്ങയുടെ നിയമം സത്യമാണ്. കഷ്ടതയും തീവ്രവേദനയും എന്നെ ഗ്രസിച്ചു, എന്നാൽ അങ്ങയുടെ പ്രമാണങ്ങൾ എനിക്ക് ആനന്ദം പകർന്നു. അങ്ങയുടെ കൽപ്പനകൾ എന്നേക്കും നീതിയുക്തമാണ്. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് എനിക്ക് അറിവ് നൽകണമേ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവെ, എനിക്കുത്തരമരുളണമേ. ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കും. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, എന്നെ രക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ കൽപ്പനകൾ അനുസരിക്കട്ടെ. അതിരാവിലെ ഞാൻ ഉണർന്ന് സഹായത്തിന് വേണ്ടി നിലവിളിക്കുന്നു. ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു. അങ്ങയുടെ വചനത്തെപ്പറ്റി ധ്യാനിക്കാൻ വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ഉണർന്നിരിക്കുന്നു. കാരുണ്യപൂർവം എൻ്റെ സ്വരം കേൾക്കണമേ. കർത്താവെ, അങ്ങയുടെ നീതിയാൽ എൻ്റെ ജീവനെ കാത്തുകൊള്ളണമേ. ക്രൂരമർദ്ദകർ എന്നെ സമീപിക്കുന്നു. അവർ അങ്ങയുടെ നിയമത്തിൽ നിന്ന് വളരെ അകലെയാണ്. എന്നാൽ കർത്താവെ, അവിടുന്ന് സമീപസ്ഥനാണ്. അവിടുത്തെ കൽപ്പനകൾ സത്യമാണ്. അങ്ങയുടെ കൽപ്പനകൾ ശാശ്വതമാണെന്ന് പണ്ടേ ഞാൻ അറിഞ്ഞിരിക്കുന്നു. എൻ്റെ സഹനങ്ങൾ കണ്ട് എന്നെ മോചിപ്പിക്കണമേ. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ നിയമം മറക്കുന്നില്ല. എനിക്ക് വേണ്ടി വാദിച്ച് എന്നെ വിടുവിക്കണമേ. അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ. രക്ഷ ദുഷ്ടരിൽ നിന്ന് അകന്നിരിക്കുന്നു, എന്തെന്നാൽ അവർ അങ്ങയുടെ ചട്ടങ്ങൾ അന്വേഷിക്കുന്നില്ല. കർത്താവെ, അങ്ങയുടെ കാരുണ്യം വലുതാണ്. അങ്ങയുടെ നീതിക്കൊത്ത് എനിക്ക് ജീവൻ നൽകണമേ. എന്നെ ഉപദ്രവിക്കുന്നവരും എൻ്റെ ശത്രുക്കളും വളരെയാണ്, എങ്കിലും ഞാൻ അങ്ങയുടെ കൽപ്പനകൾ വിട്ടുമാറുന്നില്ല. അവിശ്വസ്തരോട് എനിക്ക് വെറുപ്പാണ്. അവർ അങ്ങയുടെ പ്രമാണങ്ങൾ അനുസരിക്കുന്നില്ല. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ എത്ര സ്നേഹിക്കുന്നുവെന്ന് കണ്ടാലും അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എൻ്റെ ജീവനെ കാക്കണമേ. അങ്ങയുടെ വചനത്തിൻ്റെ സാരാംശം സത്യം തന്നെയാണ്. അങ്ങയുടെ നിയമങ്ങൾ നീതിയുക്തമാണ്. അവ എന്നേക്കും നിലനിൽക്കുന്നു. രാജാക്കന്മാർ അകാരണമായി എന്നെ പീഡിപ്പിക്കുന്നു, എങ്കിലും എൻ്റെ ഹൃദയം അങ്ങയുടെ വചനത്തിൻ്റെ മുൻപിൽ ഭയഭക്തികളോടെ നിൽക്കുന്നു. വലിയ കൊള്ള മുതൽ ലഭിച്ചവനെ പോലെ ഞാൻ അങ്ങയുടെ വചനത്തിൽ ആനന്ദിക്കുന്നു. അസത്യത്തെ ഞാൻ വെറുക്കുന്നു, അതിനോട് എനിക്ക് അറപ്പാണ്. എന്നാൽ അങ്ങയുടെ നിയമത്തെ ഞാൻ സ്നേഹിക്കുന്നു. അങ്ങയുടെ നീതിയുക്തമായ കൽപ്പനകളെ പ്രതി ദിവസം മുഴുവൻ
ദിവസം 7 പ്രാവശ്യം ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ നിയമത്തെ സ്നേഹിക്കുന്നവർക്ക് ശാന്തി ലഭിക്കും. അവർക്ക് ഒരു പ്രതിബന്ധവും ഉണ്ടാവുകയില്ല. കർത്താവെ, ഞാൻ അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുന്നു. ഞാൻ അവയെ അത്യധികം സ്നേഹിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങളും കൽപ്പനകളും ഞാൻ പാലിക്കുന്നു. എൻ്റെ വഴികൾ അങ്ങയുടെ കൺമുൻപിലുണ്ടല്ലോ. കർത്താവെ, എൻ്റെ നിലവിളി അങ്ങയുടെ സന്നിധിയിൽ എത്തുമാറാകട്ടെ. അങ്ങയുടെ വാഗ്ദാനമനുസരിച്ച് എനിക്കറിവ് നൽകണമേ. എൻ്റെ യാചന അങ്ങയുടെ സന്നിധിയിൽ എത്തുമാറാകട്ടെ. അങ്ങയുടെ വാഗ്ദാനമനുസരിച്ച് എന്നെ രക്ഷിക്കണമേ. അവിടുത്തെ നിയമങ്ങൾ എന്നെ പഠിപ്പിച്ചതുകൊണ്ട് എൻ്റെ അധരങ്ങൾ അങ്ങയെ പുകഴ്ത്തട്ടെ. എൻ്റെ നാവ് അങ്ങയുടെ വചനം പ്രകീർത്തിക്കും. എന്തെന്നാൽ അങ്ങയുടെ പ്രമാണങ്ങൾ നീതിയുക്തമാണ്. ഞാൻ അങ്ങയുടെ കൽപ്പനകൾ പാലിക്കാൻ ഉറച്ചിരിക്കുന്നതിനാൽ അങ്ങയുടെ കരം എനിക്ക് താങ്ങായിരിക്കട്ടെ. കർത്താവെ, ഞാൻ അങ്ങയുടെ രക്ഷ കാംക്ഷിക്കുന്നു. അങ്ങയുടെ നിയമമാണ് എൻ്റെ ആനന്ദം. അങ്ങയെ സ്തുതിക്കാൻ വേണ്ടി ഞാൻ ജീവിക്കട്ടെ. അങ്ങയുടെ നിയമങ്ങൾ എനിക്ക് തുണയായിരിക്കട്ടെ. കൂട്ടമിട്ട ആടിനെ പോലെ ഞാൻ അലയുന്നു. അങ്ങയുടെ ദാസനെ തേടി വരേണമേ. എന്തെന്നാൽ അങ്ങയുടെ കൽപ്പനകൾ ഞാൻ വിസ്മരിക്കുന്നില്ല.